ഇന്ത്യ നൽകിയ വമ്പൻ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഒന്നൊന്നായി നിലംപൊത്തി. നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ കമാൻഡർമാരും തലവന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അവശേഷിക്കുന്ന ഭീകരന്മാരെ അജ്ഞാതൻ വേട്ടയാടുകയാണെന്നാണ്. പട്ടാപ്പകൽ പോലും ഭീകര നേതാക്കൾക്ക് സുരക്ഷയില്ല എന്നുള്ളതാണ്. പാക് സൈന്യവും അവരുടെ ചാരസംഘടനയും ഒക്കെ കനത്ത സുരക്ഷയും നേതാക്കൾക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും അജ്ഞാതൻ ഇവരെയൊക്കെ പട്ടാപ്പകൽ പോലും തട്ടിക്കളയുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഹാഫിസ് സയ്യിദിന്റെ വലങ്കയായ അമീർ ഹംസ ഒരു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന് പരിക്കുകളുണ്ട് എന്ന വാർത്ത മാത്രമാണ് പുറത്തു വരുന്നത്. ഇത് എങ്ങനെയാണ് ഈ പരിക്കുകൾ സംഭവിച്ചതെന്നോ ഈ പരിക്കിന്റെ ആഴം എന്താണെന്നോ ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെയില്ല. ആശുപത്രിക്ക് ചുറ്റും സൈന്യം കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കേൾക്കുന്ന മറ്റൊരു കാര്യം, ഈ അമീർ ഹംസയ്ക്ക് വെടിയേറ്റു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇനി അമീർ ഹംസ കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമില്ല. കാരണം ഒരുപക്ഷെ ആ വാർത്ത പാകിസ്ഥാൻ പുറത്തു വിടാത്തതുമാകാം. കാരണം ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഭീകര നേതാക്കൾ കൊല്ലപ്പെടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയായി മാറുകയാണ്. കാരണം പാകിസ്ഥാനിലെ പാക് ഭരണകൂടത്തെക്കാൾ കൂടുതൽ അതിലൊക്കെ പിടിമുറുക്കാൻ കഴിവുള്ളവരാണ് ഈ ഭീകര നേതാക്കളൊക്കെ. നാം കണ്ടതാണ് ഇവരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൽ സൈനിക മേധാവികളടക്കം പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഷ്കർ-ഇ-തോയ്ബ എന്ന് പറഞ്ഞ് എണ്ണം പറഞ്ഞ വലിയ ഭീകര സംഘടനയുടെ ആസ്ഥാനം ഇന്ത്യൻ സേന തകർത്തിരുന്നു. ഇപ്പോൾ അതിന്റെ സ്ഥാപകൻ ആശുപത്രിയിൽ നിന്നൊരു വാർത്തയാണ് പുറത്ത് വരുന്നത്. അമേരിക്കയെ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ അമീർ ഹംസ. ഏതായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കിടുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.